നമസ്കാരം. രാജ്യം മുഴുവൻ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചർച്ചകളിലേക്ക് കടക്കുമ്പോൾ ദക്ഷിണേന്ത്യയിലെ ആന്ധ്രാപ്രദേശിന് തലവേദന ഇരട്ടിയാണ്. കാരണം 2 മാസത്തിനുള്ളിൽ തന്നെ അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പും അതിനോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാൻ പോവുകയാണ്. നിലവിൽ എന്തായാലും രാഷ്ട്രീയ നേതാക്കളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അപമാനിച്ചുകൊണ്ടും അമ്പെയ്തുകൊണ്ടും പ്രസംഗങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അവരുടെ അണികൾ ഏറ്റെടുക്കുന്നുമുണ്ട്. കാരണം ആന്ധ്രാപ്രദേശിലെ ഓരോ നേതാക്കളും ഇപ്പോൾ തുടങ്ങി വെച്ചിരിക്കുന്ന ഒരു ട്രെൻഡ് ഉണ്ട്. എല്ലാ പ്രസംഗത്തിലും പുരാണത്തിലെ ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ കൂടി ഇവർ വലിച്ചിടുന്നു. ഈ ഒരു ട്രെൻഡിന് തുടക്കം കുറിച്ചത് ആന്ധ്രാപ്രദേശിലെ മുഖ്യമന്ത്രി തന്നെയായ ജഗൻമോഹൻ റെഡ്ഡിയാണ്. അദ്ദേഹം പറഞ്ഞ ഒരു വാചകമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: പ്രതിപക്ഷത്തിന്റെ ചതിയിൽ വീണ അഭിമന്യു അല്ല ഞാൻ അർജുനനാണ്. തന്നെ നേരിടാൻ ഇപ്പോൾ TDPയും ജനസേനയും ഒക്കെ കൈകോർത്തിട്ടുണ്ട്. അത് ഒരിക്കലും വിലപ്പോകില്ല. താൻ അഭിമന്യുവായി മാറില്ല, മറിച്ച് താൻ അർജുനനാണ് എന്ന് അദ്ദേഹം പറയുന്നു. അതിനോടൊപ്പം തന്നെ സ്വന്തം സഹോദരിയെയും അദ്ദേഹം കാര്യമായി തന്നെ ഒന്ന് വിമർശിച്ചിട്ടുണ്ട്. പേര് പറയാതെ തന്നെ നമുക്കറിയാം, YS ജഗൻമോഹൻ റെഡ്ഡിയുടെ സഹോദരി ഷർമിള ഇപ്പോൾ കോൺഗ്രസിന്റെ അവിടുത്തെ അധ്യക്ഷയാണ്. അദ്ദേഹം പറഞ്ഞത് അഭിമന്യുവിന് അകത്തേക്ക് കടക്കാൻ മാത്രമേ അറിയുമായിരുന്നുള്ളൂ, തിരിച്ച് പുറത്തേക്കുള്ള വഴി അറിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് ചക്രവ്യൂഹത്തിനുള്ളിൽ വെച്ച് അഭിമന്യുവിന് ജീവൻ നഷ്ടമായത് എന്നാണ്. ഇത് ജഗൻമോഹൻ റെഡ്ഡി സഹോദരി ഷർമിളയെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറഞ്ഞത് എന്ന് തന്നെയാണ് അവിടുത്തെ മാധ്യമങ്ങൾ ഒന്നടങ്കം റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നീട് ഒരു പരാമർശം ഉണ്ടായത് നരസാപുരത്ത് നിന്നുള്ള വിമത MP കനുമുരു രഘുരാമകൃഷ്ണ രാജുവിന്റെ ഭാഗത്തു നിന്നുമായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ആ മോശം പാർട്ടി, അതായത് YSRCPയിൽ നിന്നും വിട്ടുവന്നതിൽ സന്തോഷമുണ്ട്. സംസ്ഥാനത്തെ നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി YS ജഗൻമോഹൻ റെഡ്ഡിയെ പരാജയപ്പെടുത്തുക. അതിനാൽ ജനസേനയിലേക്ക് താൻ ചേരുകയാണ്. നരസാപുരം പാർലമെന്റ് സീറ്റിൽ താൻ മത്സരിക്കും. പക്ഷെ താനിത് ഇപ്പോൾ പറയുന്നില്ല, കാരണം പാർട്ടി തന്നെ അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കേണ്ടതുണ്ട്. പവൻ കല്യാണും ചന്ദ്രബാബു നായിഡുവും ഒന്നിക്കുമെന്ന് താൻ കാലങ്ങൾക്ക് മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൃഷ്ണനെയും അർജുനനെയും പോലെയാണ് പവൻ കല്യാണും ഈ ചന്ദ്രബാബു നായിഡുവും എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനോടൊപ്പം കുരുക്ഷേത്രയിലെ 151 അഭിനവ കൗരവരെ, അതായത് 151 YSRCP MLA-മാരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്. ഇവരെ പരാജയപ്പെടുത്താനുള്ള പോരാട്ടത്തിൽ ചന്ദ്രബാബു നായിഡുവിനൊപ്പം തന്നെ പവൻ കല്യാണും താനും ഒക്കെ ഉണ്ടാവുമെന്ന് കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ ജഗൻമോഹൻ റെഡ്ഡി തുടങ്ങി വെച്ച അഭിമന്യുവിന്റെ ഒരു റഫറൻസ് അതിനുശേഷം അത് അർജുനിലേക്കും കൃഷ്ണനിലേക്കും എത്തുന്നു. അതേസമയം തന്നെ മുൻ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു പറഞ്ഞത് ജഗൻ ഒരു ബ്ലഫ് മാസ്റ്റർ ആണ് എന്നാണ്. മാത്രമല്ല, ജഗൻമോഹൻ റെഡ്ഡിയുടെ ഭരണത്തെ അദ്ദേഹം സൈക്കോ അഡ്മിനിസ്ട്രേഷൻ എന്ന് മുദ്ര കുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈഗോ കാരണമാണ് ജഗൻമോഹൻ റെഡ്ഡി സംസ്ഥാനത്തെ സിനിമാ മേഖലയുമായി വിട്ടു നിൽക്കുന്നതെന്നും അതിനോടൊപ്പം തന്നെ മെഗാസ്റ്റാർ ചിരഞ്ജീവിയും പ്രശസ്ത സംവിധായകൻ S രാജമൗലിയും ഒക്കെ ഈ ജഗൻമോഹൻ റെഡ്ഡി അപമാനിച്ചിരുന്നു. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഈഗോ പ്രശ്നം കൊണ്ടാണ് എന്നുകൂടി ഈ ചന്ദ്രബാബു നായിഡു പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലായി ഒരു പരാമർശം നടത്തിയ ജനസേന പാർട്ടിയുടെ അധ്യക്ഷനായ പവൻ കല്യാണാണ്. അദ്ദേഹം പറഞ്ഞത് താൻ വാമനന്റെ അവതാരമാണ്. ഹിന്ദു പുരാണങ്ങളിലെ മഹാവിഷ്ണുവിന്റെ അവതാരമായ ബാലിയെ പരാജയപ്പെടുത്തിയത് വാമനനായിരുന്നു. എന്താണോ വാമനൻ ബലിയോട് ചെയ്തത് അതുതന്നെയായിരിക്കും താൻ ജഗൻമോഹൻ റെഡ്ഡിയോട് ചെയ്യാൻ പോകുന്നതെന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ ഒരു പരാമർശം. അങ്ങനെ ആന്ധ്രാപ്രദേശിലെ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ഒട്ടുമിക്ക ഹിന്ദു പുരാണങ്ങളിലെയും കഥാപാത്രങ്ങളായി സ്വന്തമായി മാറിയിട്ടുണ്ട്. അങ്ങനെയാണ് അവർ ജനങ്ങൾക്ക് മുന്നിൽ സ്വയം അവതരിപ്പിക്കുന്നത്. എന്തായാലും സ്ഥാനാർത്ഥികൾ മുഴുവൻ ഒരു ദൈവ പരിവേഷത്തിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ ആരെ ജയിപ്പിക്കണം എന്നുള്ളത് ആന്ധ്രയിലെ ജനങ്ങൾ തന്നെ തീരുമാനിക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.